ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. 10ൽ 10 എന്ന സീരീസിന്റെ 96ാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ആദ്യ ചോദ്യം: ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻസ്: ഡോബറൈനർ, ന്യൂലാൻഡ്സ്, മെൻഡലീഫ്, മോസ്ലി. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്, മോസ്ലി. രണ്ടാമത്തെ ചോദ്യം: ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻസ്: ഐസോമറുകൾ, ഐസോബാറുകൾ, ഐസോടോപ്പുകൾ, ഐസോടോണുകൾ. ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, ഐസോടോപ്പുകൾ. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാണ്? ഓപ്ഷൻസ്: നൈലോൺ, ബേക്കലൈറ്റ്, പോളിത്തീൻ, പോളിവിനൈൽ ക്ലോറൈഡ്. ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, നൈലോൺ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അയണിന്റെ അയിര് ഏതാണ്? ഓപ്ഷൻസ്: ബോക്സൈറ്റ്, ഹെമറ്റൈറ്റ്, കലാമിൻ, കുപ്രൈറ്റ്. ശരിയുത്തരം ഓപ്ഷൻ ബി, ഹെമറ്റൈറ്റ് ആണ്. ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനകോൺ 60 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോൺ എത്രയാണ്? ഓപ്ഷൻസ്: 40 ഡിഗ്രി, 60 ഡിഗ്രി, 80 ഡിഗ്രി, 30 ഡിഗ്രി. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, 60 ഡിഗ്രി. വിഘാടകർ എന്ന വിഭാഗത്തിൽ പെടുന്നതിനെ കണ്ടെത്തുക. ഓപ്ഷൻസ്: തവള, താമര, ഞണ്ട്, ബാക്ടീരിയ. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്, ബാക്ടീരിയ. മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം ഏതാണ്? ഓപ്ഷൻസ്: പ്രതല ബലം, വിസ്കസ് ബലം, ഘർഷണ ബലം, ഭൂഗുരുത്വ ബലം. ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, പ്രതല ബലം. എട്ടാമത്തെ ചോദ്യം: ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എപ്പോഴാണ്? 0 ഡിഗ്രി സെൽഷ്യസ്, 100 ഡിഗ്രി സെൽഷ്യസ്, 4 ഡിഗ്രി സെൽഷ്യസ്, -4 ഡിഗ്രി സെൽഷ്യസ്. ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, 4 ഡിഗ്രി സെൽഷ്യസ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമാണ് ഡാഷ്. ഓപ്ഷൻസ്: നൈട്രജൻ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഹീലിയം. ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, ഓക്സിജൻ. പത്താമത്തെ ചോദ്യം: ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ഏത് മാധ്യമത്താലാണ്? ഓപ്ഷൻസ്: ശൂന്യതയിൽ, വെള്ളത്തിൽ, വായുവിൽ, ഖരവസ്തുക്കളിൽ. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്, ഖരവസ്തുക്കളിൽ. എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക. തെറ്റിയ ചോദ്യങ്ങളെല്ലാം ശരിയാക്കി എഴുതി പഠിച്ച് റിവൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. 10ൽ 10 എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി 10:10 കാണാം. താങ്ക്